പ്രിയമുള്ളവരെ, നോമ്പുകാലത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം നമ്മൾ നടന്നു നീങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്. നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വഴി മാറി നടക്കുവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ, ഇതുവരെ ഞാൻ നടന്ന് ശീലിച്ച വഴിയിൽ നിന്ന് മാറി, ഇതുവരെ ഞാൻ പറഞ്ഞ് ശീലിച്ച ചില ജീവിത രീതികളിൽ നിന്ന് മാറി, ഇതുവരെ ഞാൻ ചെയ്ത് ശീലിച്ച ചില കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നേരിൻ്റെ വഴിയിലേക്കും നന്മയുടെ വഴിയിലേക്കും ദൈവത്തിൻ്റെ വഴിയിലേക്കും ഒക്കെ നടക്കുവാനായിട്ട് എനിക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സമയമാണല്ലോ ഈ നോമ്പുകാലം. അങ്ങനെ ഈ വഴിയിലൂടെ നടക്കുവാനായിട്ട് നമ്മൾ തയ്യാറായി മുന്നോട്ട് പോയി നടന്ന് ശീലിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഒരു ഹൃദയവ്യഥയുണ്ട്. ആ ഹൃദയവ്യഥ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു ആത്മീയ സംഘർഷമാണ്. ഞാൻ പുതിയ വഴിയിലൂടെ നടക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് നടന്ന വഴികളിലെക്കുറിച്ചുള്ള ചിന്തകളും താല്പര്യങ്ങളും പ്രലോഭനങ്ങളും എല്ലാം അതിലേക്ക് തന്നെ വീണ്ടും ഓടിപ്പോകണമെന്നുള്ള ഒരു താല്പര്യം എന്നെ ഏത് സമയത്തും വലയം ചെയ്യുന്നുണ്ട്. അതിനെ പിടിച്ചു നിർത്തുവാനായിട്ടും അതിനെ തടയിടാനായിട്ടും എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ ഈ പുതിയ വഴിയിലൂടെ നടക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ നന്നായിട്ട് വെട്ടിയൊരുക്കി എന്നെ തന്നെ നിശബ്ദതയിൽ ഇരുത്താനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയിരുന്നുകൊണ്ട് എന്നെ തന്നെ അടക്കിയിരുത്തുവാനായിട്ട് ഉള്ള വ്രതമെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്നിൽ തന്നെ ഒരു ആത്മീയ സംഘർഷം ഉണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, എനിക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പലപ്പോഴും തിന്മ ചെയ്തു പോകുന്നു. അപ്പോൾ ഈ നന്മയും തിന്മയും തമ്മിലുള്ള ഈ ഒരു സംഘർഷം എൻ്റെ ഉള്ളിലിങ്ങനെ എപ്പോഴും നടക്കുമ്പോൾ നോമ്പ് കാലത്ത് ഞാൻ എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും നന്നായിട്ട് പാകം ചെയ്തെടുത്ത് ഈ നന്മയുടെ വഴിയെ ആശ്ലേഷിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നതിലാണ് എൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ആത്മീയ ജീവിതത്തിൻ്റെയും കാതൽ എന്ന് എനിക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്ത് 2 ചോദ്യങ്ങൾ ദൈവം നമ്മോട് ഈ പശ്ചാത്തലത്തിൽ ചോദിക്കുന്നുണ്ട്. ഒന്ന്, നീ എവിടെയാണ് ഇപ്പോൾ നിൽക്കുക? നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നീ വിഭജിതനായിട്ടുള്ളൊരു വ്യക്തിയാണോ? നിന്നിൽ തന്നെ ഒരു ഏകീകരണമുണ്ടോ? ആർ യു എ ഡിവൈഡഡ് പേഴ്സൺ? എന്നിൽ തന്നെ ഒരു ഏകീകരണമില്ലാതെ പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനായിട്ടൊരവസരം. ഒപ്പം ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ അകൽച്ചയിലാണോ അടുപ്പത്തിലാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്താനായിട്ട് ഈ നോമ്പുകാലം വഴിമാറി നടക്കുമ്പോൾ എനിക്കതിന് ഉത്തരം കണ്ടെത്താനുള്ളൊരു സമയമായിട്ട് എനിക്ക് തോന്നുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ നോമ്പുകാലത്ത് നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു കാര്യം, ഈ നോമ്പുകാലത്ത് എനിക്ക് എന്തുമാത്രം ത്യാഗപ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ത്യാഗപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ വേണ്ടായെന്ന് വെക്കേണ്ടി വരും. ചില കാര്യങ്ങൾ വേണ്ടായെന്ന് വെക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ വേണ്ട എന്ന് ഞാൻ വയ്ക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് നന്മയുടേതായിട്ടും നല്ലതിൻ്റേതുമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. എന്ത് ത്യാഗമാണ് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു പക്ഷേ കുറച്ചും കൂടി കൂടുതൽ സമയം പ്രവർത്തിക്കാനായിട്ട്, കുറച്ചും കൂടി സമയം പ്രാർത്ഥിക്കുവാനായിട്ട്, കുറച്ചും കൂടി സമയം ഒരു പക്ഷേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും സേവനം ചെയ്യാനായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ സമയം കണ്ടെത്തുന്നതിൽ ഒക്കെ ത്യാഗം ചെയ്യുമ്പോൾ എന്നിൽ തന്നെ ഒരു ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടാകും. അപ്പോൾ ദൈവത്തോടും മനുഷ്യരോടും ഒരേപോലെ അകൽച്ചയില്ലാതെ അടുപ്പത്തിലായിരുന്നു കൊണ്ട് എൻ്റെ ഇന്നത്തെ അവസ്ഥയെ കൂടുതൽ സജീവമാക്കാനും ഉണർവുള്ളതാക്കി മാറ്റാനും ഞാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുത്ത ഈ വഴി മാറി നടക്കുക എന്ന് പറഞ്ഞ ഒരു പുതിയ വഴിയിലൂടെ ഞാൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവിക അനുഭവമായിട്ട് മാറും. ആ ദൈവിക അനുഭവത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഉദ്ധാനം ചെയ്ത ഈശോയെ ഈസ്റ്ററിലൂടെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അതിന് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഈ നോമ്പുകാലം നമ്മളെല്ലാവരെയും
പ്രാപ്തരാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.